ബ്രത്ത് അനലൈസർ പരിശോധന കടുപ്പിച്ച് KSRTC. യൂണിറ്റ് തലത്തിൽ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകി. മുഴുവൻ ഡിപ്പോകൾക്കും പ്രത്യേകം ബ്രത്ത് അനലൈസറുകൾ ഉണ്ടാകും. ഡ്യൂട്ടിക്ക് ഹാജരാകുന്ന മുഴുവൻ പുരുഷ ജീവനക്കാരും സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിലെത്തി പരിശോധനയ്ക്ക് വിധേയരാകണം. സ്ത്രീകളെ പരിശോധനയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി. രശ്മി കാർത്തിക ചേരുന്ന വിവരങ്ങളുമായി. രശ്മി, വിവരങ്ങൾ എന്താണ്? വീണ, ബ്രീത്ത് അനലൈസർ പരിശോധന KSRTCയിൽ കർശനമാക്കിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ പരിശോധന കൊണ്ടുവന്നിരുന്നു. ഇതിപ്പോൾ കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ്. കാരണം കൂടുതൽ ജീവനക്കാരും ഇത്തരത്തിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതൊക്കെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് കൂടുതൽ വാഹനാപകടങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ കാരണമായ സാഹചര്യത്തിലാണ് ബ്രീത്ത് അനലൈസർ പരിശോധന കൂടുതൽ കർശനമാക്കിയിരിക്കുന്നത്. ഓരോ ഡിപ്പോകളിലും ഇപ്പോൾ കൂടുതൽ ബ്രീത്ത് അനലൈസറുകൾ നൽകിയിരിക്കുകയാണ്. ഓരോ 2 യൂണിറ്റുകൾ വീതമാണ് ഓരോ ഡിപ്പോയിലേക്കും നൽകിയിരിക്കുന്നത്. എല്ലാ പുരുഷ ജീവനക്കാരും പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്ന ഒരു കാര്യം. ജീവനക്കാരും സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിൽ എത്തിയതിനു ശേഷം ബ്രീത്ത് അനലൈസർ പരിശോധന നടത്തിയതിനു ശേഷം ആയിരിക്കണം അവർ ഡ്യൂട്ടിയിൽ പ്രവേശിക്കേണ്ടത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ റീജിയണൽ സെന്റർ വർക്ക് ഷോപ്പിലും ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രത്യേക പരിശോധന ഉണ്ടാകും എന്നുള്ളതും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. പരിശോധനാ ഫലം പോസിറ്റീവ് ആകുന്ന ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ പ്രത്യേകം റിപ്പോർട്ട് തയ്യാറാക്കി ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറണം എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ പൂർണ്ണമായും സ്ത്രീകളെ പരിശോധനയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റെല്ലാ പുരുഷ ജീവനക്കാർക്കും, അത് ഡ്രൈവർ ആണെങ്കിലും കണ്ടക്ടർ ആണെങ്കിലും മറ്റ് മെക്കാനിക് ജോലി ചെയ്യുന്നവരാണെങ്കിലും എല്ലാ പുരുഷ ജീവനക്കാർക്കുമാണ് നിർബന്ധമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ബ്രീത്ത് അനലൈസർ പരിശോധന ആരംഭിച്ചു. അതിൽ ഈ മദ്യപിച്ച് നിരവധി പേർ എത്തിയതായി കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ പേര് ഇത്തരത്തിൽ മദ്യപിച്ചതിനു ശേഷമൊക്കെ തന്നെ ഡ്യൂട്ടിക്ക് എത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കൂടുതൽ പരിശോധന കർശനമാക്കാനുള്ള ഒരു തീരുമാനം. ഗതാഗത ഡ്യൂട്ടി തുടങ്ങുന്നതിന് മുൻപ് സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്തെത്തി ബ്രത്ത് അനലൈസറിൽ പരിശോധനയ്ക്ക് വിധേയമാകണം. അത് കഴിഞ്ഞാൽ നിരീക്ഷണമില്ല. അതിന് എത്രയെത്ര സാധ്യതകളാണ് KSRTC ബസ്സിലുള്ളത്, യാത്രക്കിടെയുള്ളത്? അതെ കൃഷ്ണരാജ്, അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഈ പരിശോധന കൂടുതൽ കർശനമാക്കി എന്ന് ഗതാഗത വകുപ്പ് പറയുമ്പോഴും അത്തരത്തിലുള്ളൊരു സാധ്യത നിലനിൽക്കുകയാണ്. അതായത് ഒരുപക്ഷെ ജോലിക്ക് വരുന്നതിന്, അതായത് എല്ലാവരും ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നിർബന്ധമായും പരിശോധന നടത്തണം. അതും ഈ വർക്ക്ഷോപ്പിലൊക്കെ ആണെങ്കിൽ കൂടി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്ന കാര്യം. പക്ഷേ കൃഷ്ണരാജ് സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതായത് ഡ്യൂട്ടിക്ക് എത്തുമ്പോൾ പരിശോധന നടത്തി ഡ്യൂട്ടിക്ക് കയറും. അതിനുശേഷം ഇത്തരത്തിൽ മദ്യമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം വാഹനം ഓടിക്കാനുള്ള നിരവധി സാധ്യതകൾ, അതായത് സ്വാഭാവികമായും ബസ് പോകുന്ന സ്ഥലങ്ങളിൽ പലയിടത്ത് ബസ് നിർത്താറുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് ചെറിയ ഇടവേളകളൊക്കെ ഉണ്ടാകാറുണ്ട് ലോങ്ങായി ബസ് പോകുന്ന സമയത്തൊക്കെ തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു പരിശോധനയൊന്നും തന്നെ ഇപ്പോൾ നിലവിൽ ഈ ഉത്തരവിൽ പറയുന്നില്ല. ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുൻപ് എല്ലാ പുരുഷ ജീവനക്കാരും സ്റ്റേഷൻ മാസ്റ്ററുടെ മുന്നിലെത്തി പരിശോധന നടത്തിയതിനു ശേഷം ഡ്യൂട്ടിയിൽ കയറണം, അവരുടെ റിപ്പോർട്ട് കൈമാറണം എന്നുള്ളത് മാത്രമാണ് ഉത്തരവിൽ പറയുന്ന ഒരു കാര്യം. അതിന്റെ ഇടവേളകളിൽ, ഒരുപക്ഷെ അതിന്റെ ഇടവേളകളിലൊക്കെ വളരെ പെട്ടെന്നുള്ള പരിശോധന, അത്തരത്തിലുള്ള പരിശോധന കൊണ്ട് മാത്രമേ കാര്യമുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതെല്ലാം നിലവിൽ പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ് ഇത്തരത്തിലാണ്. കൃഷ്ണരാജ്, പക്ഷേ ഇത് ഈ ഡ്യൂട്ടി അവസാനിപ്പിക്കുന്ന സമയത്ത് കൂടി പരിശോധിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഓരോ ഡിപ്പോയിലും എത്തുമ്പോൾ പരിശോധിക്കേണ്ടി വരും. പക്ഷെ നല്ല തീരുമാനമാണ്. കാരണം റോഡുകൾ നന്നാകും തോറും വാഹനാപകടങ്ങൾ വർദ്ധിക്കുകയാണ്. അലക്ഷ്യമായ ഡ്രൈവിംഗ്, അതിവേഗത്തിലുള്ള ഡ്രൈവിംഗ് ഒക്കെ വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും KSRTC നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്തേണ്ടതാണില്ലെങ്കിൽ യാത്രക്കാർ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡ്രൈവർക്ക് മേൽ പ്രഷറുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ അതിനിടയിൽ മദ്യപാനം കൂടി ആയാലോ എന്ന ചോദ്യം വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും. അപ്പോൾ സ്വാഭാവികമായും നല്ലൊരു തീരുമാനമാണ് KSRTC എടുക്കുന്നത്. പക്ഷേ ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ ഇടവേളയിൽ എപ്പോഴെങ്കിലും ഒന്നുകൂടി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് നന്നായി. അത് പൂർണ്ണമാകില്ല പരിശോധന ഇങ്ങനെ നടത്തിയാൽ എന്നുള്ളത് മാത്രം. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.